ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 50 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. കെമിസ്ട്രി വിഭാഗത്തിൽ നിന്നും VEO, LDC, പ്യൂൺ അറ്റൻഡർ എക്സാമിനൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 50 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: ആണവ റിയാക്ടറുകളിൽ കവചമായി ഉപയോഗിക്കുന്നത് എന്താണ്? ആണവ റിയാക്ടറുകളിൽ കവചമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന യുറേനിയം, കറുത്തീയം, അതുപോലെ വെളുത്തീയം, ചെമ്പ് എന്നിവ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. കറുത്തീയം ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കറുത്തീയം. ഓക്കെ, 1 സെക്കൻഡ്. ഇതിൽ ഞാൻ ആൻസേഴ്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ കറുത്തീയമാണ്. ആണവ റിയാക്ടറുകളിൽ കവചമായിട്ട് ഉപയോഗിക്കുന്നത് കറുത്തീയം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹമാണ് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ഏതാണ്? അലൂമിനിയം, സിങ്ക്, മെർക്കുറി, സോഡിയം. ഇതിൽ ഏതാണ് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? സോഡിയം. സോഡിയമാണ് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ലോഹം. അടുത്തത് ന്യൂട്രൽ സൊല്യൂഷന് ഉദാഹരണം ഏതാണ്? ന്യൂട്രൽ സൊല്യൂഷന് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിനാഗിരി, ക്ലോറോഫോം, മൂത്രം, ജലം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആസിഡും അല്ല ബേസും അല്ലാത്തതാണ് ന്യൂട്രൽ എന്ന് പറഞ്ഞത്. അത് ജലമാണ്. ഒരു പദാർത്ഥത്തിൻ്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് എന്താണ്? പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ, ഇലക്ട്രോണുകൾ ഇവയൊന്നുമല്ല. ഒരു പദാർത്ഥത്തിൻ്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് അതിലുള്ള ഇലക്ട്രോണുകളാണ്. സീ വീടുകളിൽ, സീ വീട് എന്ന് വെച്ചാൽ കടൽ പായൽ എന്നാണ്. സീ വീടുകളിൽ അതിൽ നിന്ന് ലഭിക്കുന്ന മൂലകം ഏതാണ്? സീ വീടുകളിൽ നിന്ന് ലഭിക്കുന്ന മൂലകം ക്ലോറിൻ, കാൽസ്യം, അയോഡിൻ, മഗ്നീഷ്യം. ഇതിലേതാണ് ലഭിക്കുന്നത്? അയോഡിൻ ആണ് സീ വീട് അല്ലെങ്കിൽ കടൽ പായലിൽ നിന്ന് ലഭിക്കുന്ന മൂലകം എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്തത് അമൈൽ അസറ്റേറ്റ് എന്ന് പറയുന്നത് ഒരു എസ്റ്ററാണ്. എസ്റ്റർ എന്തിൻ്റെ ഗന്ധം? ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യലായിട്ട് ഓരോ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഗന്ധം ഉണ്ടാക്കുന്നതാണ്, സ്മെല്ല് ഉണ്ടാക്കുന്നതാണ് എസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അമൈൽ അസറ്റേറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഗന്ധമുള്ളതാണ്? മുന്തിരിങ്ങ, കൈതച്ചക്ക, ഓറഞ്ച്, വാഴപ്പഴം. എന്തിൻ്റെയാണ്? വാഴപ്പഴത്തിൻ്റെ ഗന്ധമാണ് അമൈൽ അസറ്റേറ്റ് എന്ന എസ്റ്ററിന് ഉള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്രിസ്റ്റൽ രൂപത്തിലുള്ളത് അല്ലാത്തതേത്? ക്രിസ്റ്റൽ രൂപത്തിലുള്ളത് കല്ലുപ്പ്, നീലത്തുരിശ്, പഞ്ചസാര, റബ്ബർ. ഇതിനകത്ത് ഏതാണ് ക്രിസ്റ്റൽ രൂപത്തിലല്ലാത്തത്? ക്രിസ്റ്റൽ രൂപത്തിലല്ലാത്തത് ഏതാണ്? റബ്ബർ. ഫ്രീസിംഗ് ഒഴിവാക്കാൻ തണുപ്പ് രാജ്യങ്ങളിൽ പെട്രോളിൽ ചേർക്കുന്നത് എന്താണ്? ഫ്രീസിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തണുപ്പ് രാജ്യങ്ങളിൽ പെട്രോളിൽ ചേർക്കുന്നത് എന്താണ്? പെട്രോളിൽ ചേർക്കുന്നത് ഈഥെയിൽ മെർക്യാപ്റ്റൻ, ടെട്രാ ഈഥെയിൽ ലെഡ്, ബെൻസീൻ, എഥിലിൻ ഗ്ലൈക്കോൾ എന്നിവയാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രീസിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്നത് എഥിലീൻ ഗ്ലൈക്കോൾ ആണ്. ഓക്കെ, എഥിലീൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ ഈഥെയിൽ ഗ്ലൈക്കോൾ എന്ന് പറയും. 8D ആണ് എഥിലീൻ ഗ്ലൈക്കോൾ. ജലത്തിൻ്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ? ജലത്തിൻ്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്? 66, 89, 50, 90 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ജലത്തിൻ്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ ഉള്ളത്? 89% ഓക്സിജനാണ്. 89%. സോപ്പുകളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സോപ്പുകളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ആസിഡാണ്? ലാക്റ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, പ്രൂസിക് ആസിഡ്, അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്റ്റിയറിക് ആസിഡാണ് സോപ്പുകളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് പറഞ്ഞാൽ. സോപ്പുകളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഇനി ക്ലോക്കിൻ്റെ പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? ക്ലോക്കിൻ്റെ പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? ക്ലോക്കിൻ്റെ പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ഇലക്ട്രം, അൽനിക്കോ, ഇൻവാർ, അമാൽഗം എന്നിവയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഇൻവാർ ആണ് ക്ലോക്കിൻ്റെ പെൻഡുലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഏതിൻ്റെ അയിരാണ് ബോക്സൈറ്റ്? ചെമ്പ്, ഇരുമ്പ്, അലൂമിനിയം, മഗ്നീഷ്യം എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതിൻ്റെ അയിരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്? ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിരാണ്.
അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അൽ നിക്കോ എന്ന ലോഹസങ്കരത്തിൽ അലൂമിനിയം, നിക്കൽ എന്നിവയോടൊപ്പം ചേർക്കുന്ന ലോഹം ഏതാണ്? അലൂമിനിയം, നിക്കൽ എന്നിവയോടൊപ്പം ചേർക്കുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻ ഡി കൊബാൾട്ട് ആണ്. അൽ നിക്കോ എന്ന ലോഹസങ്കരത്തിൽ അലൂമിനിയം, നിക്കൽ, അതുപോലെ കൊബാൾട്ട് ഇങ്ങനെയാണ് വരുന്നത്. അൽ നിക്കോ. ഓക്കെ, അലൂമിനിയം, നിക്കൽ എന്നിവയോടൊപ്പം ചേർക്കുന്ന ലോഹസങ്കരമാണ് അൽ നിക്കോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിൻ്റെ ഒരു രൂപം: ചാർക്കോൾ, കൊറണ്ടം, കാർബറണ്ടം, ടോപ്പാസ്. ഇതിലേതാണ് കാർബണിൻ്റെ രൂപം എന്ന് പറയുന്നത്? കാർബണിൻ്റെ ഒരു രൂപമാണ് ചാർക്കോൾ എന്ന് പറയുന്നത്, കരി. വജ്രത്തിൻ്റെ നിറം എന്താണ്? വജ്രത്തിൻ്റെ നിറം ചുവപ്പ്, പച്ച, നീല. നിറമില്ല. യഥാർത്ഥത്തിൽ വജ്രത്തിന് നിറം ഇല്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. വജ്രത്തിന് നിറമില്ല എന്നാണ് ആൻസർ കൊടുക്കേണ്ടത്. അടുത്തത് കൊറണ്ടത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്നത് സ്വർണം, അലൂമിനിയം, സോഡിയം, പൊട്ടാസ്യം എന്നൊക്കെയാണ്. കൊറണ്ടത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം അലൂമിനിയം. ഒക്ടൈൽ അസറ്റേറ്റ് എന്ന എസ്റ്ററിന് എന്തിൻ്റെ ഗന്ധമാണുള്ളത്? ഒക്ടൈൽ അസറ്റേറ്റ് എന്നുള്ളതിന് ഓറഞ്ചിൻ്റെ ഗന്ധമാണ്. ഒക്ടൈൽ അസറ്റേറ്റ് ഓറഞ്ചിൻ്റെ ഗന്ധമാണ് ഉള്ളത്. സോഡിയം കണ്ടുപിടിച്ചത് ആര്? ജോസഫ് പ്രീസ്ലി, ഹംഫ്രി ഡേവി, കാൾ ഷീലെ, ജോസഫ് ബ്ലാക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഹംഫ്രി ഡേവിയാണ് സോഡിയം കണ്ടെത്തിയത്. അടുത്തത് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉൽപ്പാദനത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്, കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ പ്രക്രിയയ്ക്ക് എന്താണ് പറയുന്നത്? കോണ്ടാക്ട് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ എന്ന് പറയും. അതിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് എന്ത് സാധനമാണ്? അതിൽ സോഡിയം ക്ലോറൈഡ്, വനേഡിയം പെൻഡോക്സൈഡ്, ജിപ്സം ഒക്കെ കൊടുത്തിട്ടുണ്ട്. വനേഡിയം പെൻഡോക്സൈഡ് ആണ് ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൊളോയിഡൽ സ്വർണം ചേർത്താൽ ഗ്ലാസിന് എന്ത് നിറം ലഭിക്കും? എന്നാണ്. കൊളോയിഡൽ സ്വർണം ചേർത്താൽ ഗ്ലാസിന് എന്ത് നിറമാണ് ലഭിക്കുന്നത്? ഓക്കെ, അതിൻ്റെ പച്ച, മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച് എന്നൊക്കെയുണ്ട്. ചുവപ്പ് നിറമാണ് ലഭിക്കുന്നത്. ഓക്കെ, എത്രാമത്തെ ഗ്രൂപ്പാണ് ഓക്സിജൻ കുടുംബം എന്നറിയപ്പെടുന്നത്? ഓക്സിജൻ ഫാമിലി എന്നറിയപ്പെടുന്നത് എത്രാമത്തെ ഗ്രൂപ്പാണ്? ആകെ എത്ര ഗ്രൂപ്പുകളുണ്ട്? 18 ഗ്രൂപ്പുകളാണുള്ളത്. അതിൽ എത്രാമത്തെ ഗ്രൂപ്പാണ് ഓക്സിജൻ കുടുംബം എന്നറിയപ്പെടുന്നത്? 16. 16ാമത്തെ ഗ്രൂപ്പാണ് ഓക്സിജൻ കുടുംബം എന്നറിയപ്പെടുന്നത്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പറാണ് 16. ഉള്ളി അരിയുമ്പോൾ കണ്ണിന് നീറ്റൽ അനുഭവപ്പെടുന്നത് എന്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാലാണ്? ഉള്ളി അരിയുമ്പോൾ കണ്ണിന് നീറ്റൽ അനുഭവപ്പെടുന്നത് എന്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാലാണ്? അതിൻ്റെ ആൻസർ സിട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ഫൂമിക് ആസിഡ്, അതുപോലെ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നു. അത് സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, ഉള്ളി അരിയുമ്പോൾ അതിന് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. സിമൻറ്റിൻ്റെ മുഖ്യ ഘടകം ജിപ്സം, ലൈംസ്റ്റോൺ, ഇവയൊന്നുമല്ല എന്നാണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. സിമൻറ്റിൻ്റെ മുഖ്യ ഘടകമാണ് ജിപ്സം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? ജിപ്സമാണ്. ബോർഡോ മിശ്രിതത്തിൻ്റെ ഘടകങ്ങളിലൊന്നായ കോപ്പർ സംയുക്തം ഏതാണ്? കോപ്പർ സംയുക്തം ഏതാണ്? കോപ്പർ സൾഫേറ്റ്, കോപ്പർ നൈട്രേറ്റ്, കോപ്പർ ഫോസ്ഫേറ്റ്, കോപ്പർ ഓക്സൈഡ് എന്നിവയാണ് ബോർഡോ മിശ്രിതത്തിൻ്റെ ഘടകങ്ങളിലൊന്നായ കോപ്പർ സംയുക്തം കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതാണ് ബോർഡോ മിശ്രിതം? കോപ്പർ സൾഫേറ്റ് ആണ്. ബെറിലിയത്തിൻ്റെ അയിര് ഏതാണ്? ബെറൈറ്റ്, ബോക്സൈറ്റ്, അക്കാന്തൈറ്റ്, ബൊറൈൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ബെറിലിയത്തിൻ്റെ അയിര് എന്ന് പറയുന്നത് ബെറൈലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ബെറൈൽ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. 25 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. 50 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. സമയപരിമിതി മൂലം 25 എണ്ണേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നോട്ട്സിന് വേണ്ടിയിട്ട് bibimohan.com എന്ന ബ്ലോഗ് സന്ദർശിക്കാവുന്നതാണ്.
അവിടെ സ്റ്റഡി മെറ്റീരിയൽസിൽ എല്ലാത്തരം സ്റ്റഡി മെറ്റീരിയൽസും ലഭിക്കുന്നതാണ്. കമ്മിങ് എക്സാം എന്ന ലിങ്കിനകത്ത് ഓരോരോ പുതിയ പുതിയ എക്സാമിനെ പറ്റിയും അതിൻ്റെ മെറ്റീരിയൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.